ശബരിമലയിൽ സോപാനത്തോളം പ്രാധാന്യമുള്ള ഇടമാണ് മാളികപ്പുറം. ദേവീ സങ്കല്പ ക്ഷേത്രങ്ങളിലെ നിത്യപൂജകൾ നടക്കുന്ന ഇടമാണിവിടം. 18-ാം പടി കയറി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കണ്ടാൽ മാത്രമേ ശബരിമല ദർശനം പൂർത്തിയാകൂ. മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം കൊട്ടാരത്തിന്റെ പരദേവതയായ മധുര മീനാക്ഷിയാണ്. ദേവിക്ക് മാതൃസ്ഥാനമെന്ന ഭാവമാണ് നൽകിയിട്ടുള്ളത്. മാളികപ്പുറത്തെ തൃശൂലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, കർമ്മശക്തി എന്നിവയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഭക്തന്മാർ ഇത് വണങ്ങിയാണ് കടന്നു പോകുന്നത്. ഭഗവതി സേവയാണ് മാളികപ്പുറത്തെ പ്രധാന വഴിപാട്. പൊട്ട്, ചാന്ത്, പട്ടുടയാട, വള, കൺമഷി എന്നിവ ഭക്തർ നേർച്ചയായി നൽകാറുണ്ട്. ശനിദോഷ പരിഹാരത്തിനായി പറക്കുട്ടിപ്പാട്ട് എന്ന വഴിപാടും ഇവിടെ നടത്തുന്നു. പ്രധാന ചടങ്ങ് രാവിലെ 3 മണിക്ക് നട തുറന്നാൽ അഭിഷേകം, മലർ നിവേദ്യം. അത് കഴിഞ്ഞ് വന്നാൽ 3:45, 4 മണിയാകുമ്പോൾ ഗണപതി ഹോമം. അത് കഴിഞ്ഞ് 7 മണിക്ക് ഉഷപൂജ, 11 മണിക്ക് ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന. കഴിഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞാൽ ഭഗവതി സേവ കഴിഞ്ഞാൽ 9 മണിക്ക് അത്താഴപൂജ. മകരവിളക്കിന് ശേഷമാണ് മാളികപ്പുറത്തെ പ്രധാന ചടങ്ങുകൾ നടക്കുക. മണിമണ്ഡപത്തിലെ കളമെഴുത്തും പുറത്തു നടക്കുന്ന ഗുരുസിയുമാണ് പ്രധാന ചടങ്ങ്. വിളക്കെഴുന്നള്ളിപ്പ് നടത്തി 18-ാം പടിയിൽ നായാട്ട് വിളിക്കുന്നതും തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് പൂജകൾക്കു ശേഷം കളം മായ്ക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്രമേൽക്കുരയിൽ പട്ട് നിക്ഷേപിക്കുന്നതും ആചാരമല്ലെന്ന വിധി വന്നതോടെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഇതറിയാതെ എത്തുന്നവർ ഇപ്പോഴും ചടങ്ങ് നടത്തുന്നു. ന്യൂസ് മലയാളം, സന്നിധാനം.